നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പങ്കുണ്ടെന്ന് പ്രവാസി വ്യവസായി ആരോപിച്ച ഡി മണി. ആരാണ് ഡി മണി? അത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉയർന്ന ചോദ്യമായിരുന്നു. ഡി മണിയെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകനാണ് ഡി മണി എന്നാണ് SITയുടെ നിർണായക കണ്ടെത്തൽ. ഇയാളെ ഇന്ന് ചോദ്യം ചെയ്യും. കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കും. ഇടനിലക്കാരനായ വിരുദനഗർ സ്വദേശി ശ്രീകൃഷ്ണനെയും അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേസമയം പ്രവാസിയുടെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഡി മണിയും സംഘത്തെയും പരിചയപ്പെടുത്തിയത് ജയലളിതയുമായി ബന്ധമുള്ളവരാണ് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താൻ പണവുമായി ഇപ്പോഴും സംഘം കറങ്ങുന്നുവെന്നും വ്യവസായിയുടെ മൊഴി പുറത്തുവന്നു. രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘത്തിന് ശബരിമലയിലെ വസ്തുക്കൾ പോറ്റി ഇടനില നിന്ന് വിറ്റെന്നായിരുന്നു പ്രവാസി വ്യവസായി നൽകിയ മൊഴി. 2019-2020 കാലത്ത് ഡി മണി എന്നയാൾക്ക് വിഗ്രഹങ്ങൾ വിറ്റു എന്നായിരുന്നു പ്രവാസി SITക്ക് മൊഴി നൽകിയത്. ഡി മണി യഥാർത്ഥ പേരല്ലെന്ന് അന്വേഷണ സംഘം ആദ്യം തന്നെ സംശയം പ്രകടിപ്പിച്ചതാണ്. ഇയാളെ കണ്ടെത്താനും മൊഴിയിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാനുമായിരുന്നു അന്വേഷണ സംഘം ശ്രമിച്ചത്. ഇതിനുവേണ്ടി SIT സംഘം കർണാടകത്തിലെ ബെല്ലാരിയിലെത്തി. കേസിൽ അറസ്റ്റിലായ ബെല്ലാരി സ്വദേശി ഗോവർദ്ധന്റെ റോഡ്രം ജ്വല്ലറിയിൽ SIT നിർണായക പരിശോധന നടത്തുകയുണ്ടായി. 5 അംഗ സംഘമായിരുന്നു റൊഡം ജ്വല്ലറിയിൽ പരിശോധന നടത്തിയത്. 2ാം തവണയായിരുന്നു സ്വർണ്ണ കവർച്ച അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ബെല്ലാരിയിലെത്തുന്നത്, ഇത്തരത്തിൽ അന്വേഷണമൊക്കെ വ്യാപിപ്പിക്കുന്നത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് നടത്താൻ തിരിച്ച സംഘം ബെല്ലാരിയിലെത്തിയിരുന്നു. ഗോവർദ്ധനെ ചോദ്യം ചെയ്തിരുന്നു. ജ്വല്ലറിയിൽ നിന്ന് 474 ഗ്രാം സ്വർണം പിടിച്ചെടുത്ത സ്വർണം താൻ പണം നൽകി വാങ്ങിയതാണെന്നും SIT പീഡിപ്പിക്കുകയാണെന്നും അറസ്റ്റിലായ ഗോവർദ്ധൻ ആരോപിച്ചിരുന്നു. അതിനിടെയാണ് പ്രത്യേക സംഘം കഴിഞ്ഞ ദിവസം ബെല്ലാരിയിൽ വീണ്ടും വീണ്ടും പരിശോധന നടത്തിയത്. യഥാർത്ഥ സ്വർണ്ണപ്പാളി എവിടെയെന്ന് കണ്ടെത്തുക, അതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ആ സ്വർണ്ണപ്പാളി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത് എവിടെയാണ് എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. എന്തായാലും ഈ കേസിലെ ഡി മണി എന്നയാളെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഡി മണിയെ കണ്ടെത്തി ചോദ്യം ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ആണ് ഇത്തരത്തിൽ ഒരു വ്യവസായിക്ക് ഇതിനൊരു അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്നൊരു കാര്യം അറിയാം, അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യക്തി തന്നോട് പറഞ്ഞിട്ടുണ്ട്. തെളിവുകളില്ല, മൊഴി മാത്രമാണ് ഉള്ളതെന്നും രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് മൊഴി നൽകുന്നു. ഇതനുസരിച്ച് ആ പ്രവാസി വ്യവസായിയിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. പ്രവാസി വ്യവസായിയുടെ മൊഴിയെടുക്കുന്നു. അതിന് പിന്നാലെയാണ് ഡി മണി എന്ന വ്യക്തിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ഡി മണി ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ വാങ്ങിയെന്ന വിദേശ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഡി മണി എന്നാൽ ഡയമണ്ട് മണി എന്നാണ് SIT പറയുന്നത്. യഥാർത്ഥ പേര് ബാലമുരുകൻ. ഡി മണിയും സംഘവും കേരളത്തിൽ ലക്ഷ്യമിട്ടത് 1000 കോടിയുടെ കവർച്ചയാണെന്നും ശബരിമല കൂടാതെ പത്മനാഭസ്വാമി ക്ഷേത്രവും ലക്ഷ്യമിട്ടു എന്നതടക്കമുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രവും ലക്ഷ്യമിട്ടിരുന്നു ഇവർ എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. എന്തായാലും ഡി മണിയെ കൂടുതൽ ചോദ്യം ചെയ്ത് തുടരും. കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുവാൻ സാധിക്കും. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ വ്യവസായിയാണ് ഡി മണിയെക്കുറിച്ചും വിഗ്രഹക്കടത്ത് സംഘത്തെക്കുറിച്ചും SITക്ക് മൊഴി നൽകിയത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘമുണ്ടെന്ന് വ്യവസായിയിൽ നിന്ന് വിവരം കിട്ടിയതായതാണ് ചെന്നിത്തല വെളിപ്പെടുത്തിയത്. സ്വർണം തട്ടിയെടുത്തതിനേക്കാൾ വലിയ വിഗ്രഹക്കടത്ത് ശബരിമലയിൽ നടന്നുവെന്നാണ് മലയാളിയായ വിദേശ വ്യവസായ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. 2019-2020 കാലങ്ങളിലായി 4 പഞ്ചലോക വിഗ്രഹങ്ങളാണ് രാജ്യാന്തര പുരാവസ്തുക്കടത്ത് സംഘത്തിന് വിറ്റത്. ഡി മണി എന്ന പേരിൽ അറിയപ്പെടുന്ന ചെന്നൈക്കാരനാണ് വിഗ്രഹങ്ങൾ വാങ്ങിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഇടനിലക്കാരൻ. വിഗ്രഹങ്ങൾ കൊടുക്കാൻ നേതൃത്വം നൽകിയത് ശബരിമലയുടെ ഭരണ ചുമതലയുള്ള ഒരു ഉന്നതനാണെന്നും മൊഴിയിൽ വ്യക്തം. 2020 ഒക്ടോബർ 26-ന് തിരുവനന്തപുരത്ത് വെച്ചാണ് വിഗ്രഹക്കടത്തിനുള്ള പണം കൈമാറിയത്. ഡി മണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ഉന്നതനും മാത്രമാണ് പണം കൈമാറ്റത്തിൽ പങ്കെടുത്തതെന്നും മൊഴിയിൽ വ്യക്തം. ഇക്കാര്യങ്ങളെല്ലാം നേരിട്ടറിയാമെന്നും വ്യവസായി പറഞ്ഞു. മൊഴി വിശ്വസിക്കാനാകുമോ എന്നുള്ള പരിശോധനയിലാണ് SIT നിലവിലായിരിക്കുന്നത്. ഡി മണിയെയും സംഘത്തെയും പരിചയപ്പെടുത്തിയത് ജയലളിതയുമായി ബന്ധമുള്ളവരെന്ന് പ്രവാസി വ്യവസായി മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താനും നീക്കമുണ്ടായിരുന്നു എന്നത് നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. അതിൽ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുവാൻ സാധിക്കും. എന്തായാലും ഡി മണിയെ കണ്ടെത്തിയത് തന്നെ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറിയിരിക്കുകയാണ്. അതേസമയം
കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ നൽകിയ ഹർജി ഹൈക്കോടതി ക്രിസ്മസ് അവധി കഴിഞ്ഞ് പരിഗണിക്കും. കേസ് ഏറ്റെടുക്കാൻ ഒരുക്കമാണെന്ന് CBI നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹർജി പരിഗണിക്കുമ്പോൾ ഇക്കാര്യം കോടതി അറിയിക്കും. ഇതിനിടെ ഉന്നത IPS ഉദ്യോഗസ്ഥർ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും പോറ്റിയുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ചൂണ്ടി കേസിൽ കക്ഷി ചേരാനുള്ള അപേക്ഷയും ഹൈക്കോടതിക്ക് മുന്നിലെത്തിയിട്ടുണ്ട്. MR അജയനാണ് ഹർജിക്കാരൻ. ADGPമാരായ P. വിജയൻ, S. ശ്രീജിത്ത്, IG ഹരിശങ്കർ എന്നിവർക്കെതിരെയാണ് ആരോപണം. ഹർജി പരിഗണിച്ചപ്പോൾ കക്ഷിയോ അഭിഭാഷകനോ ഹാജരായില്ല. മാത്രമല്ല, അവധിക്കാല ബെഞ്ച് പരിഗണിച്ച മറ്റ് 2 കേസുകളും ഇതേ ഹർജിക്കാരൻ സമാനമായി കക്ഷി ചേരാനും അപേക്ഷ നൽകിയിട്ടുണ്ട്. അഭിഭാഷകൻ ഹാജരാകാതെ കോടതിയുടെ സമയം നഷ്ടപ്പെടുത്തിയതിന് ഹർജിക്കാരനായ MR അജയന് കോടതി 10,000 രൂപയാണ് പിഴ ചുമത്തിയത്. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് PM മനോജ് എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് അട്ടിമറിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ 2 IPS ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നെന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചിരുന്നു. നീക്കത്തിൽ നിന്ന് അവർ പിന്മാറിയില്ലെങ്കിൽ പേരുകൾ വെളിപ്പെടുത്തുമെന്നായിരുന്നു VD സതീശന്റെ മുന്നറിയിപ്പ്. CBI അന്വേഷണമാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഹൈക്കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം വന്നപ്പോൾ അതിനെ സ്വാഗതം ചെയ്തു. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ 2019 നടന്ന മോഷണം 2024 ആവർത്തിക്കുമായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്ന് അന്വേഷണം പതുക്കിയായി. അത് ഹൈക്കോടതി ശരിവച്ചതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ വലിയ സമ്മർദ്ദമാണ് SITക്ക് മീതെ ചുമത്തുന്നത്. മര്യാദയുടെ പേരിൽ അവരുടെ പേര് ഇപ്പോൾ പറയുന്നില്ല. ഈ നീക്കത്തിൽ നിന്ന് അവരും മുഖ്യമന്ത്രിയുടെ ഓഫീസും പിന്മാറിയില്ലെങ്കിൽ പേരുകൾ പുറത്തുവിടും. അന്വേഷണം സൂക്ഷ്മമായി നിരീക്ഷിച്ച് പാളിച്ചകൾ കണ്ടെത്തിയാൽ പറയും. ബിഗ് ഗൺസ് എന്ന് കോടതി എടുത്തു പറഞ്ഞ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഉൾപ്പെടെ പങ്ക് പുറത്തുവരുമോ എന്ന് നോക്കാം. SIT അല്ല CBI ആണ് വേണ്ടതെന്ന് പറയേണ്ട ഒരു സ്ഥിതിയിലേക്ക് കേരള പോലീസ് പോകരുതെന്നും VD സതീശന്റെ മുന്നറിയിപ്പ്. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയിലേക്ക് നീങ്ങുകയാണ്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ നിർണായക വിവരങ്ങൾ അതിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇത്തരത്തിലൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ചെന്നൈയിലേക്ക് അന്വേഷണ സംഘം പോകുന്ന സാഹചര്യമുണ്ടായി. കൂടുതൽ വിവരങ്ങളൊക്കെ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.